ദശകങ്ങളായി തുടർന്നുപോയ ദൃഢമായ സാമ്പത്തിക ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മേൽ വിള്ളൽ ഏൽപ്പിച്ചുകൊണ്ട് യുഎഇയിൽ നിന്ന് പുറത്തുവരുന്നത് അപ്രതീക്ഷിത വാർത്തകളാണോ? യുഎഇയിലെ പ്രമുഖ വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട പുതിയ അറിയിപ്പുകൾ പ്രവാസ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഗൾഫ് നാടുകളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നത് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി യുഎഇയെ സ്വന്തം വീടായി കണ്ടിരുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ പെട്ടെന്ന് വാതിലുകൾ അടയുകയാണോ? ദുബായിലെയും മറ്റ് എമിറേറ്റുകളിലെയും ഇറാൻ പൗരന്മാർ നേരിടുന്ന പുതിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി യുഎഇ രാജ്യത്ത് താമസിക്കുന്ന ഇറാനികൾക്കെതിരെ വ്യാപകമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിസ റദ്ദാക്കുകയും ഇറാനിയൻ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ദുബായിലെ പതിറ്റാണ്ടുകളായി യുഎഇയിൽ താമസിക്കുന്ന ബന്ധുക്കളുടെ വിസ അപ്രതീക്ഷിതമായി റദ്ദാക്കപ്പെട്ടു. ഈ ആഴ്ച ഇറാനിയൻ പാസ്പോർട്ട് ഉടമകൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ യുഎഇ വിലക്ക് പ്രഖ്യാപിച്ചു. ഇറാനിയൻ ആശുപത്രി, ഒരു ഇറാനിയൻ സോഷ്യൽ ക്ലബ്ബ്, നിരവധി ഇറാനിയൻ സ്കൂളുകൾ എന്നിവ അടച്ചുപൂട്ടിയത് നേരത്തെ ഇറാനിയൻ കുടുംബങ്ങളുടെ ജീവിതം സങ്കീർണമാക്കിയിരുന്നു. യുഎഇയും ഇറാനും തമ്മിലുള്ള പരസ്പര പ്രയോജനകരമായ സാമ്പത്തിക ബന്ധത്തെ ദീർഘകാലമായി പിന്തുണച്ചിരുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളുടെ സമൂഹത്തെ ഈ നടപടികൾ ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ പൗരന്മാർക്ക് യുഎഇയിലേക്ക് പ്രവേശിക്കുന്നതും രാജ്യം വഴി ട്രാൻസിറ്റ് ചെയ്യുന്നതിനുമെല്ലാം കർശന വിലക്കാണ് ഏർപ്പെടുത്തിയത്. യുഎഇയിലെ പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എന്നിവയാണ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഈ വിവരം പുറത്തുവിട്ടത്. ഇറാൻ പൗരന്മാർക്ക് യുഎഇയിലേക്ക് വരുന്നതിനും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായി യുഎഇ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിനും അനുമതിയില്ല. അതേസമയം യുഎഇയുടെ 10 വർഷത്തെ താമസാനുമതിയായ ഗോൾഡൻ വിസ കൈവശമുള്ള ഇറാൻ പൗരന്മാർക്ക് ഈ വിലക്കിൽ ഇളവുണ്ട്. അത് ഫ്ലൈ ദുബായിയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർക്ക് തുടർന്നും രാജ്യത്തേക്ക് പ്രവേശിക്കാനാവുന്നതാണെന്ന് എയർലൈൻ അറിയിച്ചു കഴിഞ്ഞു. യുഎഇ വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ ഈ അറിയിപ്പ് വന്നെങ്കിലും സർക്കാർ തലത്തിൽ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. ഗോൾഡൻ വിസയുള്ളവർക്ക് ഇളവ് നൽകുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളിയാണ്. രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ജീവിതം കരുനിഴലിലാകുന്നത് വേദനാജനകമാണ്. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും മാനുഷിക പരിഗണനകൾക്ക് മുൻഗണന ലഭിക്കുമെന്നുമാണ് പ്രവാസി സമൂഹം പ്രത്യാശിക്കുന്നത്. യുഎഇയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും സുതാര്യമാകുമോ അതോ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഓരോ പ്രവാസിയും ഉറ്റുനോക്കുന്നത് സമാധാനപരമായ ഒരു പുതിയ പുലരിക്കായിട്ടാണ്. പതിറ്റാണ്ടുകളായി യുഎഇ തങ്ങളുടെ രണ്ടാം വീടായി കരുതിയിരുന്ന ആയിരക്കണക്കിന് ഇറാനിയൻ കുടുംബങ്ങളാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. യാതൊരു മുൻകൂർ മുന്നറിയിപ്പുമില്ലാതെ വിസകൾ റദ്ദാക്കപ്പെട്ടതോടെ പ്രായമായ മാതാപിതാക്കളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. യുഎഇയിൽ ജനിച്ചു വളർന്ന പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ വേരുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയവുമുണ്ട്. പലർക്കും തങ്ങളുടെ ബിസിനസ്സുകളും സമ്പാദ്യവും പെട്ടെന്ന് ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുന്നത് വൈകാരികമായും സാമ്പത്തികമായും വലിയ ആഘാതം ഉണ്ടാക്കും. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് യുഎഇ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനിയൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്കും ട്രാൻസിറ്റ് നിയന്ത്രണങ്ങളും ഗൾഫ് മേഖലയിലെ മാറുന്ന സഖ്യങ്ങളുടെ സൂചനയാണ്. ഗോൾഡൻ വിസയുള്ളവർക്ക് മാത്രം ഇളവ് നൽകുന്നത് വഴി ഉയർന്ന നിക്ഷേപകരെ നിലനിർത്താനും എന്നാൽ സുരക്ഷാ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള മറ്റ് നീക്കങ്ങളെ തടയാനുമൊക്കെയാണ് അധികൃതർ ശ്രമിക്കുന്നത്.